എയർ ഫ്രയറിൽ ഉണ്ടാക്കുന്ന ചിക്കന് ഭയങ്കര ടേസ്റ്റാട്ടോ. എന്താ സംഭവം എന്ന് മനസ്സിലാവുന്നില്ല, പക്ഷേ അന്യായ ടേസ്റ്റാ. സംഭവം ബ്രസ്റ്റ് പ്രോട്ടീൻ റിച്ച് ആണെങ്കിലും എനിക്ക് കഴിക്കാൻ ഇഷ്ടം ഈ കോഴീൻ്റെ കാലാട്ടോ. ഈ തട്ടുകട സ്റ്റൈൽ ചിക്കൻ ഫ്രൈ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ട്രിവാൻഡ്രം ചിക്കൻ ഫ്രൈ കഴിഞ്ഞ തവണ നാട്ടിൽ പോയപ്പോൾ നല്ല ഹെവി ആയിട്ട് വാങ്ങി കഴിച്ചായിരുന്നു. പിന്നീട് റിഗ്രറ്റ് അടിച്ചെങ്കിലും കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ നല്ല സുഖമായിരുന്നു. എനിക്ക് എപ്പോഴും പറ്റുന്നൊരു അബദ്ധമാണ് ഈ ചിക്കനിൽ വരയിടാതെ മാരിനേഷൻ അങ്ങ് സ്റ്റാർട്ട് ചെയ്യും. ഇത്തവണ അങ്ങനെ തന്നെ സംഭവിച്ചു. സാരല്ല, അതിനിടയിൽ കൂടെ അതിനെടുത്ത് വരയിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി മറിച്ചിട്ടുണ്ട്. യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് കണ്ട് കൺഫ്യൂസ്ഡ് ആയ ഞാൻ ലാസ്റ്റ് ChatGPT പറഞ്ഞു തന്ന റെസിപ്പി ആട്ടോ ഈ യൂസ് ചെയ്യുന്നത്. ഈ എക്സ്ട്രാ വന്ന മസാല കൊണ്ടുള്ള കലാപരിപാടി വേണ്ടായിരുന്നു എന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഞാനിപ്പോൾ ഒരു പീസേ വെക്കുന്നുള്ളൂ. എങ്ങാനും പാളിപ്പോയാൽ മറ്റതെങ്കിലും ഉണ്ടല്ലോ. ആളെന്നോട് പ്രീ ഹീറ്റ് ചെയ്യാൻ പറഞ്ഞായിരുന്നു. ആ കാര്യം ഞാനിങ്ങ് മറന്നുപോയി. ആസ് പെർ ChatGPT ഒരു 200 ഡിഗ്രി സെൽഷ്യസിൽ 15 മിനിറ്റ്സ് വയ്ക്കാം. ഭാഗ്യം എന്തൊക്കെയോ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്ലിപ്പ് ചെയ്യാം. നല്ല ചൂടായതുകൊണ്ട് ഒറ്റ സ്പൂണും വെച്ചുള്ള യുദ്ധം നടന്നില്ല. അങ്ങനെ 2 സ്പൂൺ എടുത്ത് ഫ്ലിപ്പ് ചെയ്ത് അകത്ത് കയറ്റിയിട്ടുണ്ട് വീണ്ടും. ഇനി സെയിം ടെമ്പറേച്ചറിൽ ഒരു 10 മിനിറ്റ് കൂടി ഇരിക്കട്ടെ. ഐ എം സോ ഹാപ്പി. ബിക്കോസ് ഞാൻ ഒരുപാട് നാളായിട്ട് ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് നടന്നൊരു ഐറ്റമാണ്. ഇപ്പോൾ എയർ ഫ്രയർ കയ്യിൽ കിട്ടിയപ്പോഴാണ് ഇതൊന്ന് ഉണ്ടാക്കാൻ പറ്റിയത്. ഐ ഹാവ് ടു സേ ദിസ്. ഈ എയർ ഫ്രയറിൽ ഉണ്ടാക്കുന്ന ചിക്കന് ഭയങ്കര ടേസ്റ്റാട്ടോ. എന്താ സംഭവം എന്ന് മനസ്സിലാവുന്നില്ല, പക്ഷേ അന്യായ ടേസ്റ്റാണ്.